സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഒരു ഹൈ പ്രോട്ടീൻ ചീസ് ക്രോക്കറ്റ് ഉണ്ടാക്കാൻ പഠിക്കാം. ഇതിന്റെ കൂടെ 2 സോസസും ഉണ്ട്, ഒരു ഗ്ലേസിംഗ് സോസും ഒരു ഡിപ്പിംഗ് സോസും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഈ സോസിനും ക്രോക്കറ്റിനും. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി 2 ആഴ്ചത്തോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് സോയാ ചങ്ക്സ് ഒരു 4 കപ്പ്. അതിനകത്തുള്ള വെള്ളം എല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതേപോലെ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അരിഞ്ഞു പോകണ്ട, ഇതേപോലെ മതി. അതേപോലെ തന്നെ ഇതിലേക്കായിട്ട് 4 കപ്പ് വേവിച്ചുടച്ച ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ക്രോക്കറ്റിന്റെ ഉള്ളില് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്രോക്കറ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ പൊട്ടറ്റോയുടെ കൂടെ ഉരുളക്കിഴങ്ങിന്റെ കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സോയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ്. 3 മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് വട്ടത്തിലരിഞ്ഞ്. ഇഞ്ചി കൊത്തി അരിഞ്ഞത് 1-2 ടീസ്പൂൺ ചേർക്കാം, പക്ഷേ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. പൊടികളായിട്ട് ഇതിന്റെ കൂടെ ചേർക്കുന്നത് കുരുമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ, ജീരകത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒഴിവാക്കാനാണ് ഈ ജീരകത്തിന്റെ പൊടി ചേർക്കുന്നത്. സോയയിലും പൊട്ടറ്റോയിലും ഉപ്പ് ചേർത്താണ് വേവിച്ചത്, എന്നാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് വേണ്ടി ഒരു നുള്ളുപ്പ് ചേർക്കുന്നു. മല്ലിയില ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ പിടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു പ്രശ്നം ഉറപ്പായിട്ടും വരും. ഉരുളക്കിഴങ്ങും സോയയും എത്രത്തോളം വെള്ളം വലിച്ചെടുക്കുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടെക്സ്ചർ നോക്കുക. കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്ത് അതിന്റെ ടെക്സ്ചർ കൺസിസ്റ്റൻസിയും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ഇതിന്റെ ടെക്സ്ചർ കറക്റ്റ് ആക്കി എടുക്കാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ആ മിക്സ്ചർ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്തപ്പോൾ അത് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ബൈൻഡിങ് കിട്ടും. നമ്മുടെ ക്രോക്കറ്റിന്റെ മിക്സ്ചർ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഗ്ലേസിംഗ് സോസ് പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയ സോസ് ചേർക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. കടകളിലൊക്കെ കിട്ടുന്ന സിന്തറ്റിക് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/4 കപ്പ്. അതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള എന്ത് വിനെഗർ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ. ഞാനൊന്ന് ലൈറ്റ് ആയിട്ട് റോസ്റ്റും ചെയ്തിട്ടുണ്ട്. തേന് ചേർക്കാം 1.5 ടേബിൾ സ്പൂൺ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇതിൽ കുറച്ചുകൂടി ഒന്ന് ഉപ്പിന്റെ ആവശ്യമുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡാർക്ക് സോയ സോസിന് പകരം നിങ്ങൾ ലൈറ്റ് സോയ സോസ് ആണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഉപ്പിന്റെ അംശം കുറച്ചുണ്ടാവും. അപ്പൊ അതും കൂടി കണ്ടിട്ട് വേണം ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഗ്ലേസിംഗ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇത് ഇരിക്കും തോറും ചെറുതായിട്ടൊരു കട്ടി വരും കേട്ടോ ഇതിന്. ഇത്രയും സമയം നമ്മുടെ ക്രോക്കറ്റിന്റെ മാവ് മിക്സ് അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു. ഇനി നമുക്ക് ക്രോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് വേണ്ട ചീസ് ഇതാ. ഞാൻ മോസറല്ല ചീസാണ്, പിസയ്ക്ക് ഉപയോഗിക്കുന്ന ചീസാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളില് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ക്രോക്കറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. 2 കൈയിലും എണ്ണ തടവി കൊടുക്കുക. മിക്സ് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കൈ കൊണ്ട് പാകത്തിനുള്ള ഒരു മാവ് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം മറു കൈയിലേക്ക് വെച്ച് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിന് നടുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീസിന്റെ പീസ് ഒരെണ്ണം വെച്ച ശേഷം കറക്റ്റായിട്ട് ക്രോക്കറ്റിന്റെ ഷേപ്പിൽ അത് ഉരുട്ടിയെടുക്കാം. ചീസ് ഉള്ളില് വരത്തക്കവണ്ണം. ഇതിന്റെ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ ക്രോക്കറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ടർ പോർഷൻ ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ക്രോക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 2 ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമന്റിലൊന്നും ഇട്ടേക്കണേ. ഇതപ്പോൾ 25 ക്രോക്കറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, 8 ബ്രെഡിന്റെ. ഒരു 1/2 കപ്പിന്റെ കോൺഫ്ലോർ സ്ലെറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ലെറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ കോട്ടിംഗ് കൊടുക്കുമ്പോൾ ബ്രെഡ് ക്രമ്മിന്റെ ഒരു കോട്ടിങ്ങും സ്ലെറിയുടെ ഒരു കോട്ടിങ്ങും ആണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഞാനിവിടെ ബ്രെഡ് ക്രമ്മിന്റെ 2 കോട്ടിങ്ങും സ്ലെറിയുടെ ഒരു കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. ആദ്യം ബ്രെഡ് ക്രമ്മിൽ ഒരു കോട്ടിംഗ് കൊടുക്കുക, പിന്നെ സ്ലെറിയിൽ കോട്ടിംഗ് കൊടുക്കുക, പിന്നെ വീണ്ടും ബ്രെഡ് ക്രമ്മിൽ കോട്ട് ചെയ്യുക. ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ നമ്മൾ വെച്ച ചീസ് ക്രോക്കറ്റ് പൊട്ടി പുറത്തേക്ക് വരാതിരിക്കും. രണ്ടാമത്തേത് കുറെ നേരത്തേക്ക് ഈ ക്രഞ്ചിനെസ്, ഔട്ടർ ലെയറിന് ക്രഞ്ചിനെസ് നിലനിൽക്കും. അങ്ങനെ നമ്മുടെ ക്രോക്കറ്റ്സ് ഒക്കെ വറുത്തെടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു അയൺ കടായിൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത്. എണ്ണ മീഡിയം ഹോട്ട് ആവുമ്പോൾ, അധികവും ആവാൻ പാടില്ല കുറവും ആവാൻ പാടില്ല, മീഡിയം ഹോട്ട് ആവുമ്പോൾ അതിലേക്ക് ക്രോക്കറ്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മീഡിയം ചൂടില് ക്രോക്കറ്റ്സിന്റെ എല്ലാ ഭാഗവും ഇതുപോലെ സ്വർണ്ണ നിറത്തിലായി വരുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റിവെക്കാം. അങ്ങനെ എല്ലാ ക്രോക്കറ്റ്സും വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിപ്പിംഗ് സോസിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണ, ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്തതാണ് ഞാൻ ചേർക്കുന്നത്. ബട്ടർ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാണ്, 1.5 ടേബിൾ സ്പൂൺ. അടുത്തത് ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയന്റ് ആണ്, പിസ്സ സീസണിങ്. കടകളിലൊക്കെ കിട്ടും. ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചതച്ച മുളകിന്റെ നിറം ബട്ടറിലേക്ക് ഇറങ്ങുന്നത് വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാച്ചി വെച്ച പാലാണ്, 1/2 ലിറ്റർ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിസ്സ സീസണിങ്ങിൽ ഒരല്പം ഉപ്പിന്റെ അംശമുണ്ട്, അതുകൊണ്ട് അത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിച്ച് ഉപ്പ് ചേർക്കാം. ഇനി പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോറിന്റെ സ്ലറി ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കാൻ തുടങ്ങാം, ഇല്ലെങ്കിൽ കട്ട കിട്ടും. പാല് ഇതുപോലെ തിക്കായിട്ട് വരുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. ഇത് ചൂടോടെയോ തണുപ്പിച്ചോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നോർമൽ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ ടേസ്റ്റ്. ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കുറെ നേരമായി, എന്നാലും അതിന്റെ ശബ്ദം കേട്ടില്ലേ. നമ്മൾ 2 തവണ കോട്ടിംഗ് കൊടുത്തോണ്ടാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് സോഫ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിന് ഗ്ലേസിംഗ് കൊടുക്കാം. ഗ്ലേസ് ചെയ്യുമ്പോൾ ക്രോക്കറ്റ്സ് സോഫ്റ്റ് ആയി പോകും കേട്ടോ. അപ്പൊ എപ്പോഴും സെർവ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഇത് ഗ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ക്രോക്കറ്റ്സ് ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാമല്ലോ. അപ്പോൾ ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർക്ക് 2 ബൗളിലായിട്ട് 2 സോസും കൊടുത്താൽ മതി. എനിക്ക് ഈ 2 സോസിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്ലേസിംഗ് സോസ് ആണ്. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. പാർട്ടിക്ക് സ്റ്റാർട്ടറായിട്ടും ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇതിൽ 2 സോസും എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റെഫ്രിജറേറ്റ് ചെയ്യാം. പക്ഷേ ക്രോക്കറ്റ്സ് 3 കോട്ടിങ്ങും കൊടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കണം. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇടണേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.